നമസ്കാരം. ഷെക്കേന ബിഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. കേരളത്തിന്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ തന്റെ സംസ്കാര നിലവാരം എത്രത്തോളം ഉണ്ട് എന്ന് ദിനംതോറും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലിത ഇന്ത്യ ഭരിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി സംഘടിപ്പിച്ച ക്രിസ്മസ് വിരുന്ന്. അതിൽ പ്രത്യേകിച്ച് ക്രൈസ്തവ പ്രമുഖർ, രാഷ്ട്രീയ, കലാ, സാംസ്കാരിക മേഖലകളിലെ ക്രൈസ്തവ പ്രമുഖർ, ഒപ്പം ക്രൈസ്തവ മത മേലധ്യക്ഷന്മാർ പങ്കെടുത്ത വളരെ മനോഹരമായിട്ടുള്ള ഒരു ക്രിസ്മസ് ആഘോഷം, ക്രിസ്മസ് വിരുന്ന്. ആ വിരുന്നിനെ അങ്ങേയറ്റം നിന്ദ്യമായ രീതിയിൽ അപമാനിച്ചുകൊണ്ടുള്ള അപക്വമായ ഒരു പ്രസ്താവനയാണ് ഈ കഴിഞ്ഞ ദിവസം മന്ത്രി സജി ചെറിയാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. മുന്തിരിയിട്ട് വാറ്റിയ സാധനം, അല്ലെങ്കിൽ BJPയെ കണ്ടപ്പോൾ രോമാഞ്ചം കൊണ്ട് ക്രൈസ്തവ മത മേലധ്യക്ഷന്മാർ ആ വിരുന്നിൽ പങ്കെടുത്തു എന്നൊക്കെ പറഞ്ഞ് വെറും ഒരു കവല പ്രസംഗത്തിന്റെ നിലവാരത്തിലേക്ക് കേരളത്തിന്റെ സാംസ്കാരിക മന്ത്രി താന്നിരിക്കുന്നു. കേരളത്തിൽ നവകേരള സദസ്സിന്റെ ഭാഗമായി ഈ പൗരപ്രമുഖർ എന്ന് വിളിക്കുന്നവരോടൊപ്പം കേരളത്തിലെ ബിഷപ്പുമാർ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ ആനന്ദ പുളകിതരായ CPMകാർ, ഈ ബിഷപ്പുമാർ പ്രധാനമന്ത്രിയെ കാണുമ്പോൾ മാത്രം വരുന്ന ഈ ഒരു വേദന, അല്ലെങ്കിൽ ഒരു നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഈ ഒരു ചൊറിച്ചിലിന് പിന്നിൽ എന്താണെന്ന് കേരളത്തിലെ ക്രൈസ്തവർക്ക് നന്നായി തന്നെ അറിയാം. ഈ ഇഫ്താർ വിരുന്നുകളിലും ഓണാഘോഷത്തിലും ഒന്നും കാണാത്ത വിവാദങ്ങൾ ഈ ക്രിസ്മസ് ആഘോഷത്തിലും അല്ലെങ്കിൽ ക്രൈസ്തവ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് ചിലർ കാണുന്നതിന്റെ പിന്നിലെ ഗൂഢ അജണ്ടയും കേരളത്തിലെ ക്രൈസ്തവർക്ക് നന്നായി തന്നെ തിരിച്ചറിയാൻ സാധിക്കും. ഷെക്കേന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. മുന്തിരിങ്ങ ഇട്ട് വാറ്റിയ സാധനം, മന്ത്രിയുടെ സാംസ്കാരിക നിലവാരമോ? ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു സാമൂഹ്യ നിരീക്ഷകൻ ഫാദർ ടോം ഒലിക്കറോഡ്, ഒപ്പം തന്നെ UCFന്റെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്രീ ജസ്റ്റിൻ പള്ളിവാതിക്കൽ. രണ്ടുപേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ഫാദർ ടോം ഒലിക്കറോഡ്, നമ്മൾ ആ ഒരു പ്രസ്താവന, അത് വളരെ അപക്വം അല്ലെങ്കിൽ വളരെ അപലപനീയമായിട്ടുള്ള പ്രസ്താവന. ഒരു സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണെന്ന് വിചാരിക്കണം ആ മന്ത്രി ഒരു കവല പ്രസംഗത്തിന്, ഒരു ലോക്കൽ നേതാവിന്റെ, ഒരു ലോക്കൽ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിന്റെ ഒരു നിലവാരത്തിലേക്ക് താന്നുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നടത്തിയ വിരുന്നിനെ അങ്ങേയറ്റം അപലപിക്കുന്ന അല്ലെങ്കിൽ അങ്ങേയറ്റം അപഹസിക്കുന്ന രീതിയിലുള്ള പ്രസ്താവന. മുന്തിരിയിട്ട് വാറ്റിയ സാധനം കുടിച്ച് രോമാഞ്ചം കൊണ്ട് കേരളത്തിലെ മതമേലധ്യക്ഷന്മാർ ആ വിരുന്നിൽ പങ്കെടുത്തു എന്ന് പറയുന്ന ആ ഒരു പ്രസ്താവന, അത് എത്രത്തോളം ഒരു അപമാനമാണ് ആ ഒരു പ്രസ്താവന കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് സൃഷ്ടിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ തന്നെ, അത് അദ്ദേഹം ഏത് പാർട്ടി ആയിക്കോട്ടെ, BJPയെ പ്രദാനം ചെയ്യുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി, അത് ഏത് പാർട്ടി ആയിക്കോട്ടെ, പക്ഷെ ആ പ്രധാനമന്ത്രി പദത്തെ തന്നെ അപമാനിക്കുന്നു. ഒപ്പം തന്നെ ആ ക്രിസ്മസ് ആഘോഷത്തെ തന്നെ, ക്രൈസ്തവർ ഏറ്റവും പരിപാവനമായി കാണുന്ന ആ ക്രിസ്മസ് ആഘോഷത്തെ തന്നെ അപമാനിക്കുന്ന രീതിയിലുള്ള വളരെ ഹീനമായിട്ടുള്ള, ലജ്ജാകരമായിട്ടുള്ള ഒരു പ്രസ്താവന തന്നെയല്ലേ കഴിഞ്ഞ ദിവസം മന്ത്രി സജി ചെറിയാന്റെ ഭാഗത്തു നിന്നുണ്ടായത്? ശ്രീ ഫാദർ ടോം ഒലിക്കറോഡ്. ജോർജി, ഇതിൽ നമ്മൾ ഈ സജി ചെറിയാൻ മന്ത്രിയുടെ സംസാരത്തെ കവലപ്രസംഗത്തിന്റെ നിലവാരമെന്നോ ലോക്കൽ രാഷ്ട്രീയ നേതാവിന്റെ നിലവാരത്തിലേക്ക് താഴ്ന്നെന്നോ പറയുന്നത് ശരിയല്ല. കാരണം രാഷ്ട്രീയക്കാർക്ക് അത് പ്രാദേശിക തലത്തിലുള്ളവരാണെങ്കിലും അവർക്ക് മാന്യതയുള്ളവരും സംസ്കാരമുള്ളവരും ഒക്കെ ഉണ്ട്. കവലപ്രസംഗങ്ങൾ അത്ര മോശമല്ല, അത് നല്ല രീതിയിൽ കവലപ്രസംഗങ്ങൾ നടത്തുന്ന ആളുകളും ഉണ്ട്. ഇവിടെ സാംസ്കാരിക മന്ത്രി നടത്തിയത് തികച്ചും സംസ്കാരമില്ലാത്തവരുടെ ഒരു സംഭാഷണമാണ് എന്നുള്ളത് മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇവിടെ കേരളത്തിലെ ക്രിസ്ത്യാനികളെ, ഇന്ത്യയിലെ ക്രൈസ്തവരെ അദ്ദേഹം അവഹേളിക്കുകയാണ് ചെയ്യുന്നത്. KCBC വളരെ കൃത്യമായിട്ട് നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. മന്ത്രിയുടേത് തികച്ച ജനാധിപത്യ മര്യാദയില്ലാത്തതും സംസ്കാരമില്ലാത്തതുമായ വാക്കുകളാണ് എന്നുള്ളതും ക്രൈസ്തവ സമൂഹം അതിൽ തികഞ്ഞ അമർഷം പ്രകടിപ്പിക്കുന്നുണ്ടോ എന്നും KCBCയുടെ ഔദ്യോഗിക വക്താവ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ CPIMന്റെ ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാർക്ക് ഇന്നും ഇന്നലെയും തുടങ്ങുന്നതല്ല ക്രൈസ്തവ സഭകളോടോ അവരുടെ ആത്മീയ ആചാര്യന്മാരോടോ ഉള്ള അവരുടെ പുച്ഛവും അവരുടെ അവഹേളനവും. ഒരുപക്ഷെ ക്രൈസ്തവ സമൂഹത്തിലെ നേതാക്കന്മാർ ഒഴിച്ച് മറ്റു ചില സമുദായത്തിലെ നേതാക്കന്മാരെയാണ് അവരിങ്ങനെ ആക്ഷേപിക്കുന്നതെങ്കിൽ ഈ സജി ചെറിയാൻ അടക്കമുള്ള മന്ത്രിമാർ നിരത്തിലിറങ്ങി നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത്ര നിർഭയരായിട്ട്. ഇത് നമ്മുടെ ഒരു സമുദായത്തിന്റെ ഒരു പ്രശ്നം. നമ്മുടെ നേതാക്കന്മാരെ, ആത്മീയ ആചാര്യന്മാരെ ആര് ആക്ഷേപിച്ചാലും പരമാവധി നമ്മളൊരു വാർത്താക്കുറിപ്പ് ഇറക്കും.
അതിലപ്പുറം ഈ ക്രൈസ്തവർ പ്രത്യേകിച്ച് ഒന്നും ചെയ്യില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് ചെയ്തില്ല. ഇവർ നിർബാധം അവഹേളനം നടത്തുകയാണ്. അതല്ലെങ്കിൽ ശ്രീ പിണറായി വിജയൻ ഭരിക്കുന്ന മന്ത്രിസഭയിലെ അംഗമാണല്ലോ സജി ചെറിയാൻ. ക്രൈസ്തവ നേതാക്കന്മാർക്ക് നേതൃത്വത്തിനെതിരെയുള്ള അവഹേളനത്തിന് കുപ്രസിദ്ധനായ ആളാണല്ലോ പിണറായി വിജയൻ. അദ്ദേഹം പറഞ്ഞതിനേക്കാൾ അപ്പുറം ഒന്നും ഇനി അദ്ദേഹത്തിന്റെ കക്ഷി കൂടത്തിലുള്ള ആളുകൾ, മന്ത്രിസഭയിലുള്ള ആളുകൾ പറയാനില്ല. ഈ കണ്ട കാലമായിട്ടും അദ്ദേഹം അതിൽ യാതൊരു ഖേദവും പ്രകടിപ്പിച്ചിട്ടില്ല. നിരന്തരമായിട്ട് കെ ടി ജലീൽ എന്ന് പറയുന്ന ഇടതുപക്ഷത്തോട് ചേർന്ന് പോകുന്ന ആൾ ക്രൈസ്തവർക്കെതിരെ, ക്രൈസ്തവ മേലധ്യക്ഷന്മാർക്കെതിരെ നിരന്തരമായ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നു. ഈ പാർട്ടിയുടെ ഒരു ഉത്തരവാദിത്തപ്പെട്ടവരും അതിനെ നിയന്ത്രിക്കുക, കാരണം അദ്ദേഹം ഇടത് സഹയാത്രികനാണെന്നാണ് പറയുന്നത്, വിലക്കുകയോ ഇത് ജനാധിപത്യപരമായി മര്യാദയല്ല എന്ന് പറയുകയോ ചെയ്തിട്ടില്ല. ശ്രീ എം വി ഗോവിന്ദൻ മാഷ് ലണ്ടനിൽ പോയിട്ട് തിരിച്ചു വന്ന് ലണ്ടനിൽ എന്തെല്ലാം കാഴ്ചകൾ കാണാനുണ്ട്, അദ്ദേഹം ആകെ കണ്ടത് അവിടെ പള്ളി അടച്ചിട്ടിരിക്കുന്നു എന്നുള്ള കാര്യം മാത്രമാണ്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ ഈ ക്രൈസ്തവ വിരോധം എന്ന് പറയുന്നത് ഇത് ആകസ്മികമല്ല, ഇത് അവരുടെ പ്ലാൻഡ് അജണ്ടയാണ്. ലോകത്തെല്ലായിടത്തും ക്രൈസ്തവ സഭയോട്, ക്രിസ്തു മതത്തോട് ഏറ്റവും അധികം ദ്രോഹം ചെയ്തതിൽ ഒന്നാമത് നിൽക്കുന്ന കൂട്ടർ ഈ കമ്മ്യൂണിസ്റ്റുകാരാണ് എന്നുള്ളത് ചരിത്രം പഠിച്ചു നോക്കണം. എവിടെയാണ് ക്രൈസ്തവ സമൂഹത്തെ അവർ പീഡിപ്പിക്കാതിരുന്നിട്ടുള്ളത്? എവിടെയാണ് ക്രൈസ്തവ പുരോഹിതരോട് അവർ തികഞ്ഞ മര്യാദയോടെ പെരുമാറിയിട്ടുള്ളത്? മണിപ്പൂർ സംഭവത്തെക്കുറിച്ച് പ്രധാനമന്ത്രിയോട് ക്രിസ്മസ് വിരുന്നിനിടയ്ക്ക് പറഞ്ഞില്ല എന്നുള്ളതാണല്ലോ ശ്രീ സജി ചെറിയാൻ മന്ത്രിയുടെ ആക്ഷേപം. പറഞ്ഞോ ഇല്ലയോ എന്നറിയാൻ അദ്ദേഹം അവിടെ പോയി വിരുന്നിലിരുന്ന് അടുത്തിരുന്ന ആളല്ലല്ലോ. തന്നെയുമല്ല, ഓരോ കാര്യങ്ങൾ പറയാൻ അതിൻ്റെതായ അവസരങ്ങളുണ്ട്, അതിന് പ്രസക്തമായ വേദികളുണ്ട്. മണിപ്പൂർ വിഷയം മാത്രമല്ല, ഇന്ത്യയിലെ ക്രൈസ്തവർ നേരിടുന്ന അരക്ഷിതാവസ്ഥകളെ കുറിച്ച് വളരെ കൃത്യമായി ഭാരത കത്തോലിക്ക മെത്രാൻ സമിതി അടക്കമുള്ള സംവിധാനങ്ങൾ, അൽമായ സംഘടനകളൊക്കെയും പ്രധാനമന്ത്രിക്കും മറ്റ് ഭരണ വേദിയിലുള്ള പ്രധാനപ്പെട്ട ആളുകൾക്കുമെല്ലാം കൃത്യമായ നിവേദനങ്ങളും പരാതികളും നമ്മുടെ പ്രതിഷേധവും എല്ലാം അറിയിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ തുടർച്ചയായിട്ട് വരുന്ന ഈ ക്രൈസ്തവ വിരോധം, ആക്ഷേപം കമ്മ്യൂണിസ്റ്റുകാരുടെ അജണ്ടയാണോ അല്ലയോ എന്നുള്ളതാണ് അവർ വ്യക്തമാക്കേണ്ടത്. ഇവരെന്ത് ന്യൂനപക്ഷ പ്രേമം എന്നാണ് പറയുന്നത്? BJP ആണ് അവർ ആക്ഷേപിക്കുന്നത്, മണിപ്പൂർ പീഡിപ്പിച്ചു, ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നു. ഇവർ കേരളത്തിൽ എന്താണ് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്? പാഠപുസ്തകങ്ങളിലടക്കം ഇവർ നടത്തിയിട്ടുള്ള പരിഷ്കരണങ്ങളിൽ, ഇവർ ചെയ്യുന്ന കാര്യങ്ങളിൽ, നമ്മൾ മതമില്ലാത്ത ജീവൻ എന്ന് പറയുന്ന ഒരു പാഠം 2007 ഉൾപ്പെടുത്തിയതിനെ കുറിച്ച് നമ്മൾ കണ്ടതാണ്. തുടർന്ന് ഇങ്ങോട്ട് കേരളത്തിലെ നവോത്ഥാന നായകന്മാരുടെ നിരയിൽ നിന്ന് ചാവറയച്ചനെ പോലെയുള്ള യുഗപ്രഭാവനെ അടക്കം തമസ്കരിക്കുന്ന ഈ പ്രവർത്തനം ക്രൈസ്തവരോടുള്ള ഏത് തരത്തിലുള്ള പ്രീണനമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് ന്യൂനപക്ഷ പീഡനമല്ലേ? അപ്പോൾ ഇതൊരു കൃത്യമായ ഇരട്ടത്താപ്പാണ്. കരഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ വേട്ടയാടുന്ന ഒരു തരം തന്ത്രമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. നിലവിളിച്ചുകൊണ്ട് വേട്ടയാടുന്നവരാണ് ഇവരൊക്കെയും. ക്രൈസ്തവരെ ഒരു തരത്തിൽ മാനസികമായിട്ട് പീഡിപ്പിക്കുന്നു, അവരെ ആക്ഷേപിക്കുന്നു, അവരുടെ ആത്മീയ നേതൃത്വത്തെ പുലഭ്യം പറഞ്ഞ് നിശബ്ദരാക്കാൻ ശ്രമിക്കുന്നു. മറ്റൊരു ഭാഗത്ത് ഇവർ നോർത്ത് ഇന്ത്യയിൽ എവിടെയെങ്കിലും ഉണ്ടാവുന്ന കലാപങ്ങളെക്കുറിച്ച് അവർ വാതോരാതെ ഇവിടെ ക്രൈസ്തവ പക്ഷം ചേർന്നിട്ടുള്ള പ്രസ്താവനകൾ നടത്തുകയും ചെയ്യുന്നു. ഇത് തികഞ്ഞ വൈരുദ്ധ്യമാണ്. ഇവിടെ പഴയ കുമ്പളങ്കി നൈറ്റ് എന്ന് പറയുന്ന സിനിമയ്ക്കകത്തെ ഡയലോഗാണ് നമുക്ക് ഓർമ്മയുള്ളത്. ഇതെന്ത് പ്രഹസനമാണ് സജി എന്നുള്ളതേ പറയാനുള്ളൂ. ഇത് വെറും പ്രഹസനമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ രോമാഞ്ചത്തെ കുറിച്ചാണ്. ക്രൈസ്തവ BJP എന്ന് കേട്ടാൽ രോമാഞ്ചം ഉണ്ടാവും. അതെന്താണ് ഈ രോമാഞ്ചം? ക്രൈസ്തവർക്ക് എപ്പോഴൊക്കെയാണ് ഉണ്ടാവുന്നത് എന്നുള്ളത് സജി ചെറിയാനാണോ കണ്ടുകൊണ്ടിരിക്കുന്നത്? മെത്രാന്മാർക്ക് രോമാഞ്ചം ഉണ്ടാവുന്ന സമയം ഇദ്ദേഹത്തിനാണോ നിശ്ചയമുള്ളത്? പിണറായി വിജയന്റെ പ്രഭാത വിരുന്നുകളിൽ വിളിച്ച് പോയിരുന്നല്ലോ, അപ്പോൾ രോമാഞ്ചം ഉണ്ടായോ ഇല്ലയോ എന്നുള്ളത് ഈ സജി ചെറിയാന് കാണാൻ പറ്റിയിട്ടില്ലേ? അപ്പൊ ഇത് ഒരു തരം ചൊറിച്ചിൽ പ്രസ്താവനകളാണ് നിരന്തരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സമൂഹത്തിന് ഉന്നതമായ രീതിയിൽ ദിശാബോധം നൽകുന്ന, നേതൃത്വം നൽകുന്ന ക്രൈസ്തവ സഭകളെയും ആത്മീയ ആചാര്യന്മാരെയും ആക്ഷേപിക്കുകയും അവരുടെ മനോവീര്യം നശിപ്പിച്ചു കളയുകയും അവരെ നിശബ്ദരാക്കുകയും ചെയ്യുക. പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങളിൽ കേരളത്തിൽ നടക്കുന്ന അഴിമതികൾക്കെതിരെയൊക്കെ പല ദിക്കുകളിൽ നിന്ന് ക്രൈസ്തവ നേതൃത്വം സംസാരിച്ചിട്ടുണ്ട്. ഇവിടുത്തെ പൊതുജനത്തിന്റെ നിസ്സഹായ അവസ്ഥകൾക്കെതിരെ സംസാരിച്ചിട്ടുണ്ട്. കർഷകർ നേരിടുന്ന പ്രതിസന്ധികൾ, മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന പ്രതിസന്ധികൾ നമ്മൾ ഓർക്കണം. കേരളയിൽ സമരം നടത്തപ്പോൾ അതിന് പിറകിലുള്ള ആളുകളെ തീവ്രവാദികൾ എന്ന് വിളിച്ച മാന്യനാണ് ഈ പറയുന്ന മന്ത്രി. അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ച് ആക്ഷേപിച്ചിട്ടുള്ള, ജനാധിപത്യത്തിന്റെ വേദഗ്രന്ഥം എന്ന് പറയാവുന്ന ഈ ഭരണഘടനയെ ആക്ഷേപിച്ച മനുഷ്യനാണ്.
അപ്പോൾ വ്യക്തികളെ ആക്ഷേപിക്കുക എന്നുള്ളത് ഇവരുടെ ഒരു അജണ്ടയായിട്ട് മാറിയിട്ടുണ്ട്. അത് പൊതുവായ ഒരു അജണ്ട അല്ലെങ്കിൽ ഈ പാർട്ടിയുടെ, ഈ പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ഇത്തരം സംസ്കാര ശൂന്യരായ മനുഷ്യരെ തിരുത്തുകയും അവർ നടത്തുന്ന അപക്വമായ പ്രസ്താവനകളെ പ്രതി അതിൽ മുറിവേറ്റിരിക്കുന്ന സമൂഹത്തോട് മാപ്പ് ചോദിക്കുകയുമാണ് ചെയ്യേണ്ടത്. ഓക്കെ, യെസ്, വളരെ വ്യക്തമാണ്. കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള പ്രസ്താവനകളിലൂടെ ഇവർ നടത്തുന്ന ഒരു പ്രഹസനം, അതിനെപ്പറ്റി കൃത്യമായിട്ട് തന്നെ ടോമച്ചൻ വ്യക്തമാക്കി. അഡ്വക്കേറ്റ് ശ്രീ ജസ്റ്റിൻ പള്ളിവാതിക്കൽ, ഈ അടുത്ത നാളുകളിൽ കേരളത്തിലെ ഇടത് മുന്നണിയുടെ ഭാഗത്തു നിന്നും വലത് മുന്നണിയുടെ ഭാഗത്തു നിന്നും LDF ആൻഡ് UDF അവരുടെ ഭാഗത്തു നിന്ന് കാണുന്ന ഒരു പ്രത്യേകതരം ഒരു പ്രതിഭാസമുണ്ട്, ഒരു പ്രത്യേകതരം ക്രൈസ്തവ പ്രേമം. അവർക്ക് ആ ഒരു ക്രൈസ്തവ പ്രേമം പലപ്പോഴും വരുന്നത് കേന്ദ്രം ഭരിക്കുന്ന ഭരണകൂടം അവർ ക്രൈസ്തവരോട് ഒരു അടുപ്പം കാണിക്കുന്നു. നമുക്കറിയാം, കഴിഞ്ഞ തവണ ഈസ്റ്ററിനോടനുബന്ധിച്ച് പ്രധാനമന്ത്രി ഡൽഹി കത്തീഡ്രൽ സന്ദർശിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം ക്രിസ്മസിനോടനുബന്ധിച്ച് ഇന്ത്യയിലെ പ്രമുഖരായിട്ടുള്ള ക്രൈസ്തവ മത മേലധ്യക്ഷന്മാർക്കും ഒപ്പം തന്നെ കലാ, സാംസ്കാരിക, മാധ്യമ, വ്യാപാര മേഖലകളിലെ ക്രൈസ്തവ പ്രമുഖർക്കും വിരുന്നൊരുക്കുന്ന മനോഹരമായിട്ടുള്ള വിരുന്ന് സംഘടിപ്പിക്കുന്നു. കരോൾ ഗാനങ്ങളും ഒക്കെ വെച്ച് മനോഹരമായിട്ടുള്ള വിരുന്ന് സംഘടിപ്പിക്കും. അപ്പൊ അത്തരത്തിലുള്ള സന്ദർഭങ്ങൾ വരുമ്പോൾ മാത്രം ഇവർ ഒരു ക്രൈസ്തവ പ്രേമം കാണിക്കുന്നു. നമുക്കറിയാം, അങ്ങ് മണിപ്പൂരും ഛത്തീസ്ഗഡും ഒക്കെ വിസിറ്റ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. പ്രത്യേകിച്ച് തീവ്ര ഹിന്ദുത്വ സംഘടനകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന ക്രൈസ്തവർക്ക് നോർത്ത് ഇന്ത്യയിൽ ഉണ്ടാകുന്ന ആക്രമണങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് അറിവുള്ളവരാണ് അവിടെ വിരുന്നിന് പോയിട്ടുള്ള മതമേലധ്യക്ഷന്മാരും ക്രൈസ്തവ പ്രമുഖരും. അപ്പോൾ ഇത്തരത്തിൽ ഒരു കേന്ദ്രം ഭരിക്കുന്ന ഒരു സർക്കാർ ഇങ്ങനെ വിരുന്നിനെ ക്ഷണിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ചർച്ചയ്ക്ക് ഒരു പ്ലാറ്റ്ഫോം ഒരുക്കുമ്പോൾ ഈ കേരളത്തിലെ ഇടത് വലത് മുന്നണികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന ആ ഒരു പ്രേമം, അതൊരു പ്രത്യേകത ഒരു പ്രതിഭാസം തന്നെയല്ലേ അഡ്വക്കേറ്റ് ശ്രീ ജസ്റ്റിൻ പള്ളിവാതിക്കൽ? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് രാജ്യത്തെ പൗരന്മാരെന്ന നിലയിൽ ഇന്ത്യയിലെ മുഴുവൻ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെയും ക്രൈസ്തവ വിശ്വാസികളുടെയും പ്രതിനിധികളായിട്ട് ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരെയും ക്രൈസ്തവ സമുദായ നേതാക്കളെയും ഒക്കെ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് വിളിച്ചത്. ഇതാരും ഒരു BJPയോ RSSോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ കോൺഗ്രസോ അവരുടെ പാർട്ടി ഓഫീസിലേക്കല്ല വിളിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വിളിച്ചിരിക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പൗരന്മാരെ വിളിച്ചിരിക്കുമ്പോൾ ആ പൗരന്മാർക്ക് അവിടെ പോകാനുള്ള ധാർമ്മികമായ അവകാശമുണ്ട്. പൗരന്മാർ നിർബന്ധമായിട്ടും പോയിരിക്കണം. അത് രാജ്യത്തോട് കാണിക്കുന്ന പ്രതിബദ്ധതയാണ്, സ്നേഹമാണ്, സമൂഹത്തോട് കാണിക്കുന്നത് ഉത്തരവാദിത്വമാണ്, പ്രധാനമന്ത്രിയെ ക്ഷണത്തിന് തിരിച്ചുള്ള ബഹുമാനവും കൂടിയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടുത്തെ ഇടതുപക്ഷവും കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് VD സതീശനായിക്കോട്ടെ, ബിനോയ് വിശ്വം ആയിക്കോട്ടെ, അതോടൊപ്പം തന്നെ ഈ സജി ചെറിയാനെ പോലെയുള്ളവരായിക്കോട്ടെ, ഇവർക്കെല്ലാം ഇവരായിരിക്കുന്ന അല്ലെങ്കിൽ ഇവരുടെ ഭരണ കാലഘട്ടത്തെ മുഴുവൻ ക്രൈസ്തവരെ 100% തള്ളി ഒരു മൂലയിലേക്ക് ഇട്ടുകൊണ്ട് ഇലക്ഷന്റെ സമയത്ത് മാത്രം വോട്ട് ചെയ്യാൻ വിധിക്കപ്പെട്ട ഒരു വിഭാഗമായിട്ട് നാളുകളായിട്ട് ഇവർ കാണുകയാണ്. ആ നാളുകളായിട്ട് ഇവർ കണ്ടുകൊണ്ടിരിക്കുന്ന നിലപാടുകളെല്ലാം നമ്മൾ ഈ കഴിഞ്ഞ കാലഘട്ടത്തിലെ ഭരണത്തിലൂടെ ഈ കേരളത്തിലെ ക്രൈസ്തവ സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനെയെല്ലാം മറയ്ക്കുന്നതിന് വേണ്ടി ഇവിടുന്നെല്ലാം ക്രൈസ്തവ സമൂഹത്തിന് ഒരു പുതിയ അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹം അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴി തേടുന്ന സമയത്ത് അതിനെ തടയിടാൻ വേണ്ടി ഭീഷണിപ്പെടുത്തുക, അല്ലെങ്കിൽ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കി ഏതെങ്കിലും രീതിയിലൊക്കെ അപകീർത്തികരമായ പ്രസ്താവനകൾ നടത്തി സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് വീണ്ടും അവരുടെ വോട്ട് ബാങ്കിന്റെ ഭാഗമായി നിലനിർത്താൻ വേണ്ടി നടത്തുന്ന ഒരു തറപ്പണി മാത്രമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പണികൾ. അപ്പൊ ഇതേപോലത്തെ ഒരു കമന്റ് ഇഫ്താർ വിരുന്നിന്റെ പേരിന്റെ ഇഫ്താർ വിരുന്ന് പ്രധാനമന്ത്രി വിളിച്ചാൽ ആ ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്ത ഇസ്ലാമിക നേതാക്കന്മാർക്കെതിരെ ഇവർ പറയൂ? ഇങ്ങനെയൊന്ന് പറയൂ? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വിവരം അറിയും. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ ക്രൈസ്തവ വിശ്വാസികളെല്ലാം അവഹേളിച്ചുകൊണ്ട് ഈ നാട്ടിൽ സിനിമകൾ ഇറങ്ങി, അതിന് ഇവരെല്ലാം പൊക്കി പിടിച്ചു നടക്കുക. അത് മറ്റേതെങ്കിലും മതവിഭാഗത്തിന്റെ ആയിരുന്നെങ്കിൽ ഇവിടെ തിയേറ്ററുകൾ കത്തുമായിരുന്നു, ഈ നാട് കത്തുമായിരുന്നു. ഈ ക്രൈസ്തവന്റെ സഹിഷ്ണുത മുതലാക്കിക്കൊണ്ട് രാഷ്ട്രീയത്തിന്റെ അടിമകളാക്കി ക്രൈസ്തവ സമൂഹത്തെ നിലനിർത്തിക്കൊണ്ട് വരുവാനുള്ള നാളുകളായിട്ടുള്ള ഇവരുടെ തന്ത്രത്തിന്റെ മേലെ ഒരു അപകടം വീഴുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇവരെല്ലാം ഇത്രമാത്രം അസ്വസ്ഥപ്പെടുന്നത്. ഇത് ബോധപൂർവമായ ഒരു നീക്കമാണ് അവരുടെ ഭാഗത്ത് നിന്ന്. ഇത് ഭരിക്കുന്ന മുന്നണിയാണെങ്കിലും പ്രതിപക്ഷമാണെങ്കിലും ഒക്കെ നടത്തുന്നത് ബോധപൂർവമായ ഒരു തടയിടൽ തന്ത്രമാണ്. ഇത് KT ജലീല് കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ മന്ത്രിയായിരുന്നുകൊണ്ട് ആ സിമിയുടെ പഴയ തീവ്ര സംഘടനയായ സിമിയുടെ പ്രവർത്തകനായിരുന്ന അദ്ദേഹത്തെ മന്ത്രിസ്ഥാനത്ത് കയറ്റിയിരുത്തി ഇവിടുത്തെ ഒരു സമുദായത്തിന് വേണ്ടി ഇതെല്ലാം ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ ഇതൊന്നും ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ലല്ലോ.
ഇപ്പോൾ JB കോശി കമ്മീഷൻ ആ റിപ്പോർട്ട് ഒന്ന് പ്രസിദ്ധീകരിക്കാൻ ആവശ്യപ്പെട്ടിട്ട് അതുപോലും പ്രസിദ്ധീകരിക്കാൻ പറ്റാതെ അതിനകത്തെ റെക്കമെൻഡേഷൻസ് ഇതുവരെ നടപ്പിലാക്കാൻ പാലോളി കമ്മിറ്റിയുടെ 1 മാസം കൊണ്ട് തീരുമാനം ഉണ്ടാക്കിയ സംസ്ഥാനം ഇത്. അതേ കമ്മ്യൂണിസ്റ്റ് സർക്കാരല്ലേ ഭരിക്കുന്നത്? അതിനൊന്നും പറ്റത്തില്ല. ഇവിടുത്തെ യുവാക്കളെ മുഴുവൻ ഈ SFIക്കാർക്കും DYFIക്കാർക്കും വേണ്ടിയിട്ട് ഇവിടുത്തെ PSA പോലും നോക്കുകുത്തികളാക്കി ഇവിടെ നിയമനങ്ങൾ നടത്തി ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളെ മുഴുവൻ നാട് വിടാൻ നിർബന്ധിക്കപ്പെട്ട് ജനം മുഴുവൻ അസ്വസ്ഥരായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അതിന് മറിയിടാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ കർഷകനെ, മലയോരവാസികളെ, തീരദേശവാസികളെ, ഇവിടുത്തെ സാധാരണക്കാരായ തൊഴിലാളികളെ എല്ലാ വിധത്തിലും ജനം അസ്വസ്ഥപ്പെട്ട് നിൽക്കുമ്പോൾ ഒരു കച്ചിത്തിരുമ്പ് എവിടെയെങ്കിലും ഉണ്ടോ? എവിടെ നിന്നാണ് നീതി കിട്ടുന്നത് എന്ന് ഓർത്ത് ഏത് മനുഷ്യൻ വേണേലും പോകും. അങ്ങനെ പോകുന്ന ഒരു നീക്കത്തെ തടയിടാൻ വേണ്ടിയിട്ട് ഇവര് നടത്തുന്ന ഒരു പരിപാടിയാണ് ഈ പരിപാടി. ഇതിനെ ജനം വളരെ ജാഗരൂകതയോടെ കാണണം. ഇടതുപക്ഷത്തിന്റെ കപടമുഖത്തെ പൊളിച്ചെടുക്കാൻ വേണ്ടി പറ്റണം. ഇത് ഇഫ്താറിന്റെ കാര്യത്തിലാണല്ലോ, ഓണാഘോഷത്തിന്റെ കാര്യത്തിലാണല്ലോ ഇവരുടെ ഭാഗത്തുനിന്ന് കമന്റ് വരെയല്ലോ. ഇനി വേറൊന്ന്, ഈ കേരളം മുഴുവൻ ഓടി നടന്ന് ഇതുപോലെ പരിപാടി നടന്നു. ഒരു ബലിപ്പെരുന്നാൾ സമയത്ത് ഇഫ്താറുകൾ നടത്തുന്നു, ഓണാഘോഷ പരിപാടികൾ നടത്തുന്നു. എന്തേ ഇവിടുത്തെ ക്രൈസ്തവ ന്യൂനപക്ഷത്തിന് വേണ്ടിയിട്ട് ഈ മതമേലധ്യക്ഷന്മാരെ എല്ലാം വിളിച്ച് തിരുവനന്തപുരത്ത് ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കും ഈ സർക്കാരിനും ഒരു വിരുന്ന് കൊടുത്തുകൂടാ? ഒന്നിച്ച് വിളിച്ച് ഇവരുടെ വിഷമങ്ങളും നമ്മുടെ വിഷമങ്ങളും വേദനകളും സംഘടനകളും കേട്ടുകൂടാ? അങ്ങനെ കേൾക്കാൻ ഒരാളുണ്ടായപ്പോ ഞങ്ങൾ പോയി. ആ പോകുന്നതിനെ തെറി വിളിക്കുന്ന, നിന്ദിക്കുന്ന, പരിഹസിക്കുന്ന സാംസ്കാരിക വകുപ്പ് മന്ത്രിയാന്ന് ഓർക്കണം. കേരളത്തിന്റെ സംസ്കാരം ലോകത്തിനു മുമ്പിൽ ഇത്രയേ ഉള്ളൂ എന്ന് വിളിച്ചു പറയാൻ ഇതുപോലുള്ള ചില വിഡ്ഢി കോമരങ്ങളെ കയറ്റിയിരുത്തി. അദ്ദേഹത്തിന്റെ മുഖം കണ്ടോ നിങ്ങൾ ആ വീഡിയോയില്? അതൊരു കമ്മ്യൂണിസ്റ്റ് അഹങ്കാരത്തിന്റെ മുഖമാണ്. ഈ അഹങ്കാരമാണ്. ഈ മുഖം അഴിച്ചു പൊളിച്ചു കളയണം. അവർക്കൊരു വിചാരമുണ്ട് ഇനി അങ്ങോട്ട് ഭരിക്കാൻ ഒരു 30 വർഷം 40 വർഷം ഇവിടുത്തെ ജനത്തെ മുഴുവൻ വിഡ്ഢികളാക്കിക്കൊണ്ട്, അടിമകളാക്കിക്കൊണ്ട്. അതിനെയാണ് ഇവിടെ ഈ കേരളത്തിലെ ജനങ്ങൾ തിരുത്തി എഴുതേണ്ടത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതായിരിക്കണം നമ്മുടെ പ്രതികരണം. ഒപ്പം തന്നെ അഡ്വക്കേറ്റ് ശ്രീ ജസ്റ്റിൻ പള്ളിവാതിക്കൽ, ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന, പ്രത്യേകിച്ച് പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന മന്ത്രിസഭയിലെ അംഗമാണ് സജി ചെറിയാൻ. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഇടതുമുന്നണി പ്രത്യേകിച്ച് MV ഗോവിന്ദന്റെ ഒക്കെ ഭാഗത്തുനിന്ന് ഒരു തിരുത്തൽ വരാനുള്ള ഒരു സാധ്യത നമുക്ക് ഏതെങ്കിലും ഘട്ടത്തിൽ പ്രതീക്ഷിക്കാമോ? പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു സാമൂഹിക പശ്ചാത്തലത്തിൽ. എന്റെ ജോർജി, ഗോവിന്ദമാഷ് ഇതിനപ്പുറത്തെ പറഞ്ഞിട്ടുണ്ട്, പിണറായി അതിനപ്പുറത്തെ പറഞ്ഞിട്ടുണ്ട്. ഇവരെല്ലാം ഈ വിഭാഗത്തിൽപ്പെട്ടത്. കാരണം പാർട്ടി ക്ലാസ്സിൽ പഠിക്കുന്ന തറ സംസ്കാരം മാത്രമേ ഉള്ളൂ. ഈ ജനത്തിന് മുമ്പിൽ മാന്യമായ എന്ത് സംസ്കാരമുണ്ട്? അപ്പൊ അത്രയും പ്രതീക്ഷിച്ചാൽ മതി. ഈ തറ വാക്കുകൾ വരുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മന്ത്രിസഭയിൽ ഒരു അംഗമാണ്, അതും സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ്. ക്രിസ്ത്യൻ നാമധാരി പേരും വെച്ചുകൊണ്ട് ക്രൈസ്തവ സമൂഹത്തെ, മേലധ്യക്ഷന്മാരെ, ഇത് ശരിക്കും രാജ്യദ്രോഹ കുറ്റമാണ്. ഇവിടെ ഗവർണറുടെ കോലം കത്തിച്ച SFIക്കാർക്കെതിരെ ഇന്നലെ കോഴിക്കോട് കേസെടുക്കാൻ പറ്റുമെങ്കിൽ ഇദ്ദേഹത്തിനെതിരെ കേസെടുക്കാം. കാരണം എന്താ? ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ വീഞ്ഞുണ്ടാക്കി, മുന്തിരിച്ചാറുണ്ടാക്കി ഇവിടുത്തെ ക്രൈസ്തവ മേലധ്യക്ഷന്മാരെ വീഴിക്കുകയായിരുന്നു എന്ന് പറയുന്നത് രാജ്യദ്രോഹ കുറ്റമാണ്. ആ നടപടിയെടുക്കാൻ വേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നൊക്കെ നടപടിയെടുക്കണം. പോലീസ് പോലും കേസെടുക്കാൻ പറ്റും. ഭരണഘടനയെ നിന്ദിക്കുന്നത് പോലെ ഗവർണർ കോലം കത്തിച്ചതിന് കേസെടുക്കാൻ പറ്റുമെങ്കിൽ ഈ വൃത്തികേടിനെതിരെ കേസെടുക്കാൻ വേണ്ടി പറ്റും. കാരണം രാജ്യത്തെ പ്രധാനമന്ത്രി വിളിച്ച വിരുന്നിനെ നിന്ദിച്ച് ആ വിരുന്നിനെ വളരെ മോശമായി ചിത്രീകരിച്ചിരിക്കുന്ന ഇതുപോലത്തെ നേതൃത്വങ്ങളുടെ നിലപാടുകളെ എല്ലാ വിധത്തിലും ശക്തമായിട്ട് ജനം ഇതിനെതിരെ പ്രതികരിക്കണം. ജനം വളരെ ജാഗരൂകരായി നിന്നുകൊണ്ട് തന്നെ മുന്നോട്ടുള്ള കാര്യങ്ങൾ നീക്കണമെന്ന് എന്നുള്ളതാണ് എന്റെ ഒരു പക്ഷം, എന്റെ ഒരു ചിന്ത. ഓക്കെ, വളരെ വ്യക്തമാണ്. ഫാദർ ടോം ഒലിക്കരോട്, പ്രത്യേകിച്ച് നമുക്കറിയാം, അങ്ങ് നേരത്തെ ആദ്യഘട്ടത്തിൽ സൂചിപ്പിച്ചു, ഒരു രാഷ്ട്രീയ നേതാവിന്റെ, പ്രത്യേകിച്ചൊരു മന്ത്രിയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രസ്താവന എന്ന് പറയുന്നത് അവർ തങ്ങളുടെ ഒരു രാഷ്ട്രീയ ഭാവിയെ കണക്കിലെടുത്തുകൊണ്ട് അല്ലെങ്കിൽ തങ്ങളുടെ രാഷ്ട്രീയ ഒരു നിലനിൽപ്പ് കണക്കിലെടുത്തുകൊണ്ട് ആകണം പലപ്പോഴും പലരും പല പ്രസ്താവനകളും നടത്തുന്നത്. വളരെ സൂക്ഷിച്ചായിരിക്കണം. അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ കാലയളവിൽ പ്രത്യേകിച്ച് നമ്മുടെ രാഷ്ട്രീയ ഭരണ നേതൃത്വങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ക്രൈസ്തവ അവഹേളനങ്ങൾ, പ്രത്യേകിച്ച് പല വിഷയങ്ങൾ നമുക്കറിയാം, 80-20 വിഷയമായിക്കോട്ടെ, കക്കുകളി നാടകമായിക്കോട്ടെ, പ്രത്യേകിച്ച് ക്രൈസ്തവരെ അവഹേളിക്കുന്ന സിനിമയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇവരുടെ നിലപാടായിക്കോട്ടെ, അങ്ങ് പറഞ്ഞു പലപ്പോഴും ക്രൈസ്തവ സമൂഹത്തെ അവഹേളിക്കുന്ന അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ വരുന്നു. അപ്പോൾ
ഈ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു ഭരണത്തിലേറുക എന്നതാണ് അവരുടെ പ്രധാനപ്പെട്ട അജണ്ട. അതിന്റെ ഒരു അവലംബമായിട്ട് അവർ സ്വീകരിക്കുന്നത് ഈ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ആണ്. പലപ്പോഴും പറയാറുണ്ട് നമ്മുടെ ക്രൈസ്തവ സമുദായത്തിന്റെ ഈ കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോയി എന്നൊരു കാര്യം നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. പക്ഷെ അത് വളരെ ഭീകരമായ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നതിന്റെ ഒരു സൂചനയല്ലേ ഈ മന്ത്രിമാരുടെയും ഈ രാഷ്ട്രീയക്കാരുടെയും ഭാഗത്തുനിന്ന് തുടർച്ചയായി ഉണ്ടാകുന്ന ക്രൈസ്തവ അവഹേളനം, ക്രൈസ്തവർക്കെതിരെയുള്ള നീതി നിഷേധം? അതായത് നമ്മുടെ ഒരു വോട്ടിംഗ് പവർ, നമ്മുടെ സ്വാധീനം, സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിലെ സ്വാധീനം അതിഭീകരമായ രീതിയിൽ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് അത് കുറഞ്ഞു വന്നു അല്ലെങ്കിൽ കുറഞ്ഞിരിക്കുന്നു എന്നതിന്റെ ഒരു വ്യക്തമായിട്ടുള്ള സൂചനയല്ലേ ഈ സജി ചെറിയാന്റെ പോലെയുള്ള ഇത്തരത്തിലുള്ള അപഹാസ്യമായ അവഹേളനപരമായിട്ടുള്ള പ്രസ്താവനകളും നിലപാടുകളും? ഫാദർ ടോം മുല്ലക്കൽ. ജോർജി, തീർച്ചയായിട്ടും നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ നമ്മുടെ നേതാക്കന്മാർ പുലർത്തേണ്ട ഉന്നതമായ ഒരു സാംസ്കാരിക ഭാഷയുണ്ട്. അത് എതിരാളികളോടാണെങ്കിലും തികഞ്ഞ പ്രതിപക്ഷ ബഹുമാനവും അവരുടെ അന്തസ്സിനെ മാനിക്കുന്ന രീതിയിലുമുള്ള നല്ല ഭാഷണം ഇവരൊക്കെയും ശീലിക്കേണ്ടതുണ്ട്. അതിന്റെ ആ ഒരു നിലവാര തകർച്ചയാണ് നമ്മൾ ഈ സജി ചെറിയാന്റെ വാക്കുകളിലൊക്കെ കാണുന്നത്. അദ്ദേഹത്തോട് നമുക്ക് പറയാനുള്ളത്, ബഹുമാനനായ മന്ത്രി സജി ചെറിയാൻ, ചെറുതാകുന്നതിന് ഒരു പരിധിയുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത്. ഇങ്ങനെ നിരന്തരമായി വിവരമില്ലായ്മ പറഞ്ഞ് ചെറുതാകുന്നത് കാണുമ്പോൾ സങ്കടമുണ്ട് എന്നുള്ളതാണ്. കാരണം തമിഴ്നാട്ടിൽ അരിയുണ്ടെങ്കിൽ കേരളത്തിൽ കൃഷിയില്ലേലും കുഴപ്പമില്ല എന്നുള്ള മഹാവർത്തമാനം പറഞ്ഞ അദ്ദേഹമാണ് ഈ പറയുന്ന മന്ത്രി. ഇദ്ദേഹത്തിൽ നിന്നും ഇത്തരക്കാരാളുകളിൽ നിന്നും വിവരവും നിലവാരവുമുള്ള എന്തെങ്കിലും പുറപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നത് നമ്മളാണ് യഥാർത്ഥത്തിൽ തെറ്റുകാർ എന്നുള്ളതാണ് ഇവിടെ വിഷയം. അതുകൊണ്ട് ഇത്തരക്കാരായിട്ടുള്ള ആളുകളിൽ നിന്ന് നമ്മൾ നന്മ പ്രതീക്ഷിക്കാൻ പാടില്ല. ഇനി മറ്റൊരു കാര്യം, ഈ ക്രിസ്മസ് പാർട്ടിയെ കുറിച്ചാണല്ലോ. പ്രധാനമന്ത്രി കഴിഞ്ഞ ഈസ്റ്ററിന് ഡൽഹിയിലെ കത്തീഡ്രൽ സന്ദർശിച്ചപ്പോൾ ഇവർക്കൊക്കെയും ഹാലിളകി. പ്രധാനമന്ത്രി ക്രിസ്മസ് വിരുന്ന് വിളിച്ചപ്പോൾ ഇവർക്ക് ഹാലിളകുന്നു. ഗവർണർ ക്രിസ്മസ് വിരുന്നുകൾ വിളിച്ചാൽ കഴിഞ്ഞ വർഷം ഈ മന്ത്രിസഭയിലെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ പങ്കെടുത്തിട്ടില്ല. ഈ വർഷവും ക്ഷണമുണ്ടായിരുന്നു ഗവർണറുടേത്, അവർ പങ്കെടുത്തിട്ടില്ല എന്നുള്ളതാണ് എന്റെ ഒരു അറിവ്. പങ്കെടുത്തിട്ടില്ല. അപ്പോൾ പഴയൊരു ചൊല്ലുപോലെ ഒരു ജീവി പുല്ല് തിന്നുകയുമില്ല തീറ്റിക്കുകയുമില്ല എന്ന് പറഞ്ഞ അതേ സ്വഭാവമാണ് കാണിക്കുന്നത്. ഇവർ ഇത്രയും കാലം ഈ ക്രൈസ്തവർ കേരളത്തിന് സമഗ്രമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. എന്നാൽ ഇഫ്താർ വിരുന്നുകൾ നടത്തുന്ന ആവേശം എപ്പോഴെങ്കിലും ഒരു ക്രിസ്മസ് വിരുന്ന് നടത്താൻ ഈ ഇടതുപക്ഷമോ കോൺഗ്രസ് പാർട്ടിയോ തയ്യാറായിട്ടുണ്ടോ? ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രിയും കേരളത്തിന്റെ ഗവർണറും ഇവിടെയുള്ള ക്രൈസ്തവരെ ആദരിക്കുന്നതിൽ ഇവർക്ക് എന്താണ് സങ്കടം? അങ്ങനെയുള്ള അന്തസ്സുള്ള ക്ഷണങ്ങൾക്ക് ക്രൈസ്തവർ അവരുടെ സ്വാതന്ത്ര്യബോധം അനുസരിച്ച് സ്വീകരിക്കുകയും പങ്കെടുക്കുകയും ചെയ്യും. പിണറായി വിജയന്റെ നവകേരള സദസ്സിലെ ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ ക്ഷണത്തിനോ മാത്രം പങ്കെടുക്കാം, വേറെ എല്ലാം നിരസിച്ചു കൊള്ളാമെന്ന് പറയാൻ നമ്മളാരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബക്കറ്റ് പിരിവിന്റെ കാശുകൊണ്ട് ജീവിക്കുന്നവരല്ല കേരളത്തിലെ ക്രൈസ്തവർ. അതുകൊണ്ട് അത്തരം തീട്ടൂരങ്ങളൊക്കെയും അത്തരം പിടിവാശികളൊക്കെയും മന്ത്രി ചെറിയാനും അദ്ദേഹത്തിന്റെ കൂടെയുള്ള നേതാക്കന്മാരും മടക്കി അവരവരുടെ പോക്കറ്റിൽ ഇട്ടാൽ മതി. അത് കേരളത്തിലെ ക്രൈസ്തവരോട് വേണ്ട എന്നുള്ളതാണ് നമുക്ക് കൃത്യമായിട്ട് അവരോട് പറയാനുള്ളത്. ആരുടെ വിരുന്നിൽ പങ്കെടുക്കണം, ആരുടെ ക്ഷണം സ്വീകരിക്കണമെന്ന് തിരിച്ചറിയാനും തീരുമാനമെടുക്കാനും നമുക്ക് അതിനുള്ള, കേരളത്തിലെ ക്രൈസ്തവർക്കും മതമേലധ്യക്ഷന്മാർക്കും അതിനുള്ള പക്വതയുണ്ട്. പിന്നെ ഈ മുന്തിരി വാറ്റിനെ കുറിച്ചൊക്കെ പറയുന്നത് അത് ഓരോരുത്തരുടെയും ഏത് അനുഭവത്തിൽ നിന്നാണ് ഈ വാറ്റിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് ഇദ്ദേഹം പറയുന്നതെന്ന് എനിക്ക് അറിയാൻ പാടില്ല. അദ്ദേഹം തന്നെ ആത്മശോധന ചെയ്യട്ടെ. വാറ്റുമൊക്കെ ആയിട്ടാണോ പ്രധാനമന്ത്രിയുടെ ഈ മീറ്റിങ്ങിലൊക്കെ വാറ്റാണ് കൊടുക്കുന്നതൊക്കെ ഇദ്ദേഹത്തിന് എവിടുന്നാണ് അറിവ് കിട്ടുന്നത്? ഇതൊക്കെ ആയിട്ട് അദ്ദേഹത്തിന് എന്താണ് ബന്ധം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മുടെ നേതാക്കന്മാരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു മാന്യത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അതിനുള്ള ബഹുമാനവും ആദരവും ഉണ്ടാവും. ക്രൈസ്തവരെ ആദരിക്കുന്നതിൽ ആരും വിഷമിക്കേണ്ട കാര്യമില്ല. ക്രൈസ്തവർ ഈ നാടിന്, ദേശത്തിന് സമഗ്രമായ സംഭാവനകൾ നൽകിയതാണ്. ഇതിലെ രാഷ്ട്രീയം പറച്ചിലുകൾക്ക് അപ്പുറത്ത് ഈ രാജ്യത്തെ ക്രൈസ്തവരോട് കാണിക്കുന്ന ഒരാദരവിനെ അസൂയയോടെ നോക്കിക്കാണുന്ന കേരളത്തിലെ ഇടത് വലത് നേതാക്കന്മാരോട് ക്രൈസ്തവരുടെ കാര്യം തീരുമാനിക്കാൻ അവർക്ക് അവകാശവും കഴിവുമുണ്ട് എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഓർപ്പിക്കാനുള്ളത്. KCBCയുടെ ഔദ്യോഗിക പ്രസ്താവനയും അത് തന്നെയാണ് അടിവരയിട്ട് പറയുന്നത്. വളരെ ശക്തമായ ഭാഷയിൽ തന്നെ ടോമച്ചൻ കൃത്യമായി തന്നെ സജി ചെറിയാന് മറുപടി കൊടുത്തു. ശ്രീ ജസ്റ്റിൻ പള്ളിവാതിക്കൽ, ഏറ്റവും അവസാനത്തെ ഒരു ചോദ്യം.
നമ്മൾ ഇപ്പൊ ഷെക്കേന ബിഗ് ഡിബേറ്റിന്റെ പ്ലാറ്റ്ഫോമിൽ തന്നെയാണെങ്കിലും ഇത്തരത്തിലുള്ള പല വിഷയങ്ങളും വർഷങ്ങളായിട്ട് തന്നെ ചർച്ച ചെയ്യുന്നു. കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ഇത്തരത്തിലുള്ള അവഹേളനങ്ങൾ പലതരത്തിൽ ഒന്നല്ലെങ്കിൽ മറ്റൊന്നിന്റെ രൂപത്തിൽ കൃത്യമായി തന്നെ വരുന്നുണ്ട്. ഈ കക്കുകളി നാടകം, സിനിമ, ന്യൂനപക്ഷ അവഹേളനം, ഏറ്റവും അങ്ങ് തന്നെ സൂചിപ്പിച്ച ഈ JB കോശി കമ്മീഷൻ എത്ര നാളുകളായി ക്രൈസ്തവ സമുദായത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്ന ആവശ്യമാണ്. കഴിഞ്ഞ മെയിൽ സമർപ്പിച്ച് ഇതുവരെ അതുമായി ബന്ധപ്പെട്ട അതിന്റെ അജണ്ടകൾ അല്ലെങ്കിൽ അതിന്റെ ശുപാർശകൾ എന്താണെന്ന് പോലും അറിയാനുള്ള ഒരു അവകാശം പോലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള നീക്കം പോലും വരുന്നില്ല. കഴിഞ്ഞ ദിവസം മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഒരു അനുകൂല പ്രസ്താവന ഉണ്ടായിരുന്നു, അത് മറച്ചു വെക്കുന്നില്ല. അപ്പോൾ പലപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് ഈ പ്രസ് റിലീസ് നടുക്കങ്ങൾ അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന പ്രസ്താവനകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രസ്താവനകളിൽ മാത്രമായി നാം ഒതുങ്ങുന്നു. ഈ സജി ചെറിയാന്റെ വിഷയം തന്നെ ആയിക്കോട്ടെ, ഇതിന്റെ ഒരു ആയുസ് അല്ലെങ്കിൽ നമ്മുടെ ഈ ക്രൈസ്തവ സമുദായത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്ന പ്രതികരണങ്ങളുടെ ആയുസ് കൂടിപ്പോയ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം, അത് കഴിഞ്ഞാൽ മറ്റ് വിഷയങ്ങളിലേക്ക് പോകും. വീണ്ടും ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ അല്ലെങ്കിൽ നിലപാടുകൾ ആവർത്തിക്കപ്പെടും. അപ്പോൾ ഇനിയെങ്കിലും ഈ ഇത്തരത്തിലുള്ള അവഹേളനങ്ങൾ, നീതി നിഷേധങ്ങൾ ഒഴിവാക്കപ്പെടുവാൻ അല്ലെങ്കിൽ ഇനി അത്തരക്കാരുടെ ഭാഗത്തുനിന്ന് അത്തരം നിലപാടുകൾ അല്ലെങ്കിൽ നീതി നിഷേധങ്ങൾ വരികയില്ല എന്ന് ഉറപ്പുവരുത്തുവാൻ ക്രൈസ്തവ സമുദായത്തിന്റെ ഭാഗത്തുനിന്ന് അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ശ്രീ ജസ്റ്റിൻ പള്ളിവാതുക്കൽ? ജോർജ്, ഒന്ന്, ക്രൈസ്തവ സമൂഹം ഇങ്ങനെയുള്ള മേഖലകളിൽ മാന്യമായി പ്രതികരിക്കുന്നത് തന്നെ അവരുടെ സുവിശേഷം കയ്യിലുള്ളത് കൊണ്ടാണ്. ക്രൈസ്തവർക്ക് സുവിശേഷം കയ്യിലുള്ളത് കൊണ്ടാണ് അവർക്ക് ഇങ്ങനെ പ്രതികരിക്കാൻ. അത് അവരുടെ സഹിഷ്ണുതയാണ് കാണിക്കുന്നത്. മാക്സിമം ക്ഷമിക്കുകയാണ്. സോഷ്യൽ മീഡിയയിലുള്ള 2-3, ശരിയാണ്, സോഷ്യൽ മീഡിയയിലൂടെ 2-3 ദിവസം പ്രതികരിച്ചു കഴിയുമ്പോൾ അതങ്ങ് തീരും. നമ്മളാരും കല്ലെറിയാൻ പോകുന്നില്ല, ബസ്സിനെറിയാൻ പോകുന്നില്ല, തീ വെക്കാൻ പോകുന്നില്ല. അവരതാ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇവിടെ ചോദ്യത്തിലേക്ക് ഞാൻ വരാം. ഇതിനെ മറികടക്കണമെന്നുണ്ടെങ്കിൽ ജനം ഒന്നാമതായിട്ട് രാഷ്ട്രീയ അടിമത്തം അവസാനിപ്പിക്കണം. ഇവിടുത്തെ ക്രൈസ്തവരുടെ എല്ലാ തകർച്ചയ്ക്കും കാരണം നാളിതുവരെയായി തുടർന്നു വന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ അടിമത്തമാണ്. അത് കോൺഗ്രസിന്റെ ആയിക്കോട്ടെ, ഇടതുപക്ഷത്തിന്റെ ആയിക്കോട്ടെ, NDAയുടെ ആയിക്കോട്ടെ, കേരള കോൺഗ്രസിന്റെ ആയിക്കോട്ടെ, ആരുടെയും ആയിക്കോട്ടെ, ഈ രാഷ്ട്രീയ അടിമത്തം സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട്, അത് കാലഘട്ടത്തിനനുസരിച്ചിട്ട്, ആവശ്യങ്ങൾക്കനുസരിച്ചിട്ട് നിലപാട് സ്വീകരിക്കാനുള്ള ഒരു ആർജവത്വമാണ് ക്രൈസ്തവ സമൂഹം നേരിടേണ്ടത്. ഇപ്പൊ ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നൊരു വീഡിയോ ചെയ്ത് മിനിറ്റുകൾക്കകം അത് ഷെക്കേന അടക്കമുള്ള ചാനലുകൾ, യൂട്യൂബ് ചാനലുകളിൽ വന്നിട്ടുണ്ട്. അതിനകത്ത് മിനിറ്റുകൾക്കകം അതിനടിയിൽ പുതിയൊരു കൃസംഖി വന്നിരിക്കുന്നു. ഇവിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി വിളിച്ച ഒരു വിരുന്നിലേക്ക് പോയ നമ്മുടെ മതമേലധ്യക്ഷന്മാരെ ചീത്ത വിളിച്ച് അധിക്ഷേപിച്ച മന്ത്രിക്ക് മറുപടി കൊടുത്തതോടെ ഞാനൊരു സംഖ്യയായോ? ഒരിക്കലുമില്ല. ഇവിടെ ഇത് തന്നെയാണ് ഈ സജി ചെറിയാനെ ഇത്തരത്തിലൊരു പ്രതികരണത്തിലേക്ക് നയിച്ചതിന്റെ കാരണവും ഈ ഭയമാണ്. കാരണം അവിടെയൊന്ന് പോയത് കൊണ്ട് BJPക്കാരായി, RSSകാരായി എന്നൊരു ചിന്ത ഉണ്ട്. ആ ചിന്തയാണ് മാറ്റപ്പെടേണ്ടത്. അത് അല്ല എന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റണം. അത് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ രാഷ്ട്രീയ നിലപാടുകൾ കാലഘട്ടങ്ങൾക്കനുസരിച്ച് സ്വീകരിക്കുവാനും അതിനനുസരിച്ച് വിധി എഴുതുവാനും ജനം എന്നോ തയ്യാറാകുന്നു. ഞാൻ പറഞ്ഞല്ലോ, രാഷ്ട്രീയ അടിമത്തം എന്ന് അടിയറ വെച്ചോ അല്ലെങ്കിൽ അതെന്ന് ഇല്ലാതാക്കുന്നോ അന്നേ ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിന് യഥാർത്ഥമായ ഒരു നീതി ഉണ്ടാവും. 2, ക്രൈസ്തവ സമൂഹത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് ഈ രാഷ്ട്രീയമായ അടിമത്തം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരിക്കലും ഐക്യവുമില്ല, കൂട്ടായ്മയില്ല. ഒരു പൊതു വിഷയത്തിൽ സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട, സമുദായവുമായിട്ട് ബന്ധപ്പെട്ട, വിശ്വാസവുമായി ബന്ധപ്പെട്ട മേഖലകളിൽ ഒരു പ്രശ്നം ഉദിക്കുമ്പോഴും ആ പ്രശ്നത്തെ നേരിടാൻ മാത്രം സംഘടിതരായിട്ട് നിൽക്കാൻ പോലും പറ്റാത്ത രീതിയിലേക്ക് ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തെ ഛിന്ന ഭിന്നമാക്കുന്നതിന് സാധിച്ചു ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക്. എന്തിന്? ഇപ്പം NDA നേതൃത്വം, BJP നേതൃത്വം കൊടുക്കുന്ന NDA മുന്നണി പോലും കേരളത്തിലെ ക്രൈസ്തവരെ എത്രയോ സംഘടനകളും എത്രയോ പ്രസ്ഥാനങ്ങളും ഉണ്ടാക്കിക്കൊണ്ട് ഭിന്നിപ്പിച്ചു കഴിഞ്ഞു. അവരുടെ ഏതെങ്കിലും ഒരു മേഖലയിലേക്ക് ക്രൈസ്തവർ ഒന്നിച്ച് നീങ്ങാതിരിക്കുന്നതിന് വേണ്ടി. ഇത് CPM ചെയ്തു, ഇത് കോൺഗ്രസും ചെയ്തു, ഇത് കേരള കോൺഗ്രസും ചെയ്തു. ഈ അടിമത്തത്തിൽ നിന്നും ഈ വിഘടിപ്പിക്കുന്ന സ്വഭാവം തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൽ നിന്നൊക്കെ മോചിതരായി സംഘടിതരായിട്ട് തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, തങ്ങളുടെ യുവജനങ്ങൾക്ക് വേണ്ടി, തങ്ങളുടെ മലയോര മേഖലയിലെ കർഷകർക്ക് വേണ്ടി, തങ്ങളുടെ തീരദേശത്തെ ജനങ്ങൾക്ക് വേണ്ടി, തങ്ങളുടെ തൊഴിലിന് വേണ്ടി, തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി, ഭരണഘടന ഉറപ്പ് നൽകുന്ന അവകാശങ്ങളിൽ നിന്ന് നേടിയെടുക്കാൻ വേണ്ടി ഒന്നിച്ചു നിൽക്കാനുള്ള ആർജവത്വമാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ക്രൈസ്തവ സമൂഹം കാണിക്കേണ്ടത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ജോർജ്, വളരെ വ്യക്തമാണ്. ആരുടെയൊക്കെ വിരുന്നിൽ പങ്കെടുക്കാം, ആരുമായി ചർച്ച നടത്തണം,
എന്നതിനെ പറ്റിയുള്ള കൃത്യമായിട്ടുള്ള ധാരണയും രാഷ്ട്രീയ അവബോധവും ഇവിടുത്തെ ക്രൈസ്തവ സമുദായത്തിനുണ്ട്. ക്രൈസ്തവ സമുദായത്തിന് നേതൃത്വം നൽകുന്ന നേതൃത്വങ്ങൾക്ക് ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും തിട്ടൂരം ക്രൈസ്തവ സമുദായത്തിന് ആവശ്യമില്ല. അത് CPM ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ. ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ഫാദർ ടോം ഒലിക്കരോട്ട്, ഒപ്പം തന്നെ അഡ്വക്കേറ്റ് ശ്രീ ജസ്റ്റിൻ പള്ളിവാതുക്കൽ, രണ്ടുപേർക്കും നന്ദി.